സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. ശ്രീ വി മുരളീധരൻ, രണ്ട് കാര്യങ്ങൾ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കോടതി പരാമർശം വരികയാണ്. എന്താണ് സംഭവിച്ചത്? ഒന്നാമതായി അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയുകയുണ്ടായി. അങ്ങനെ ഒഴിഞ്ഞാൽ തീരുന്നതാണ് ഇതിലെ ഭരണപരമായി ഇടപെടാനുള്ള അവസരം എന്ന് ഒരു ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു. കഴിഞ്ഞില്ല അവിടെ. പിന്നെ നീതിപൂർവമായി ജനം നോക്കുന്നത് കോടതിയാണെങ്കിൽ ആ ജഡ്ജിനെ തന്നെ അവിടുന്ന് നാട് കടത്തുന്ന രൂപത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുകയുണ്ടായി. കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട് നാം കണ്ട ആദ്യത്തെ അനുഭവമാണത്. ഈ ഉമ്മൻചാണ്ടി തന്നെയാണ് നിയമവ്യവസ്ഥ ഇത്ര നഗ്നമായി വെല്ലുവിളിച്ചിട്ടുള്ള ഒരാൾ. മറ്റു മന്ത്രിമാരുടെ ഒന്നും കാര്യം ഇതുമായി തുലനം ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ സന്ദർഭം ഞാൻ ഈ ഉദാഹരിച്ച പാമുലിനാണ്. രണ്ടാമത്തേത്, ഈ സോളാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ ഉപരോധമുണ്ടായപ്പോൾ ഈ പറയുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറായല്ലോ. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂര് മാർജവത്തോടെ പറയുന്നുണ്ടല്ലോ ആ കമ്മീഷനെ പറ്റി. ആ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് പോലും അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നിശ്ചയിച്ചില്ല. നിയമസഭയ്ക്കകത്തും പുറത്തും വരുന്ന എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ തലമാണ് ഈ കമ്മീഷൻ ഉള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള അടുത്ത ശ്രമം. നമുക്കറിയുന്നത് പോലെ ആ കമ്മീഷനാണ് പിന്നീട് ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചത്. ഈ സർക്കാരിന് അതിൻ്റെ മേൽ പഴികേൽക്കേണ്ടിയും വന്നു ആ സർക്കാരിന്. അപ്പോൾ നഗ്നമായ നിയമലംഘനം, പൊതുസമൂഹത്തെ വെല്ലുവിളിക്കൽ അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തു. ഇന്നും ഒരു മുഖ്യമന്ത്രിയുണ്ട്. ഇന്നും ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഈ സർക്കാർ അധികാര ദുർവിനിയോഗമോ നിയമ സംവിധാനത്തെ നിഷേധിക്കലോ ഇന്ന് ചെയ്ത പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്നുണ്ടോ ശ്രീ വി മുരളീധരൻ? അല്ല, ഇതിൽ ഈ ചോദ്യം വളരെ പ്രത്യക്ഷത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഏതൊരാൾക്കും തോന്നുക. പക്ഷേ അതിൻ്റെ മറുപടി പറയുമ്പോൾ എനിക്കതിന് കുറച്ചും കൂടി പിറകിലോട്ടേക്ക് പോകണം. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ BJPയോ ഒക്കെ കോൺഗ്രസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങൾ കാണുന്നത് ഈ മൂന്ന് പാർട്ടികളെയും ഒരേപോലെയല്ല. ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, BJPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ വേറെ വേറെയാണ്. ഒരേ മാനദണ്ഡത്തിലും ഒരേ അളവുകോലിലുമല്ല ഈ പാർട്ടികളെയൊക്കെ അളക്കുന്നത്, ഈ പാർട്ടികളുടെ നേതാക്കന്മാരെ അളക്കുന്നത്. ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ പിണറായി വിജയൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടിയെ മാറ്റിയിട്ട് പിണറായി വിജയനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെ വ്യത്യാസമാണ്. ഇപ്പോൾ ചർച്ച നടക്കുന്നത് അഴിമതി നടത്തി. കാരണം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം ബൂർഷ്വാ പാർട്ടികളാണ്, ഞങ്ങൾ മാത്രമാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടി, ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം വേറെയാണ്. ഈ രാഷ്ട്രീയ സംസ്കാരം അങ്ങനെയാണെങ്കിൽ അഴിമതി കാണിക്കുന്ന കാര്യം വരുമ്പോൾ എന്താ ഈ സംസ്കാരം വ്യത്യസ്തമാകാത്തത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ത്യാഗം അനുഭവിച്ച നേതാവാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മേന്മയായിട്ട് പറയുന്നത്. പൊതുപ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്കവാറും ആളുകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ത്യാഗം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് പൊതുജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ അവർ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ മേന്മ പ്രകടമാക്കേണ്ടത്. ജനങ്ങളെയാണ് കേന്ദ്രസ്ഥാനത്ത് വെക്കുന്നതെങ്കിൽ ഏത് തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനം ജനങ്ങളെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തീരുമാനമെടുത്താൽ ഈ അഴിമതിക്കുള്ള സാഹചര്യം ഉണ്ടാകില്ല. ഇവിടെ അഴിമതി കാണിച്ചു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇതാ രാജിവെക്കുന്നു, അതൊരു വലിയ ധാർമ്മികതയായിട്ട് വ്യാഖ്യാനിക്കാം ഒരാൾക്ക് വേണമെങ്കിൽ. കാരണം അഴിമതിയുടെ ചർച്ച അതിൽ നിന്ന് പിന്മാറുന്ന, അതിൽ നിന്ന് രാജിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം, അത് അഴിമതിയെ ലഘൂകരിക്കലാണ്. അപ്പോൾ നാളെ ഒരാൾ തെറ്റ് ചെയ്തതിന് ശേഷം ഞാനിതാ തെറ്റ് ഏറ്റു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് ലഘുവായോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഞാനിവിടെ കാണുന്ന കാര്യം. അതുകൊണ്ട് ഈ കഴിഞ്ഞ സർക്കാരിനെ ഈ സർക്കാരുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഭേദമാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇനിയും കാലം വരാനുണ്ട്, ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പൊ 4 മാസമേ ആയിട്ടുള്ളൂ. ഒരു ഒരു കാര്യം ഉണ്ട്, അങ്ങ് പറയുകയുണ്ടായി, ജനത്തെയാണ് കേന്ദ്രസ്ഥാനത്ത് നിർത്തേണ്ടതല്ലാതെ EP കാട്ടിയതുപോലെ സ്വജനത്തെ അല്ല എന്ന്. ശരിയാണ്. അപ്പോൾ
EPA ഒന്നങ്ങ് തുലനം ചെയ്യുകയുണ്ടായി. ആ തുലനം ചെയ്തതിൽ അങ്ങ് അദ്ദേഹത്തെ വിമർശിച്ചതും ശരി തന്നെ. പക്ഷേ മറുവശമുണ്ട്, അങ്ങ് പറയുകയുണ്ടായി പൊതുപ്രവർത്തകനാണ്, പ്രവൃത്തിയിലൂടെയാണ് അതിൻ്റെ മഹത്വം തെളിയിക്കപ്പെടേണ്ടത് എന്ന്. പ്രതിഷേധത്തിൻ്റെ കാര്യത്തിൽ അങ്ങ് അവധിയുടെ ആനുകൂല്യം പറയുകയുണ്ടായല്ലോ നേരത്തെ. മഹാനവമി ആയിപ്പോയി, അതുകൊണ്ട് അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കും കൂടി അവധി കിട്ടുകയായിരുന്നുവെന്ന്. EP പൊതുപ്രവർത്തകനാണ്, അവധിയില്ലാത്ത ദുരിതം അതിനുമേൽ EP അനുഭവിക്കുന്നുണ്ട്. അങ്ങേക്കും അറിയുന്നതാണത്, അങ്ങും കണ്ണൂരിൽ നിന്ന് വരുന്നതാണല്ലോ. EPക്ക് കിടന്നുറങ്ങാൻ കഴിയുമോ ശ്രീ വി മുരളീധരൻ? എന്തുകൊണ്ടാണത്? വെടിയുണ്ട ദേഹത്തുള്ളത് കൊണ്ടാണ്. ജീവിക്കുന്ന രക്തസാക്ഷിയാണ് EP. ഇരുന്നു കൊണ്ട് വേണം ഉറങ്ങുവാൻ. അപ്പോൾ അത് എന്തായാലും ഒരു സ്വജനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു വെടിവെപ്പിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി കിട്ടിയ ശിക്ഷയല്ലല്ലോ. അതാണ് ഇന്ന് കോടിയേരി ഉയർത്തിക്കാട്ടിയത്. അതൊരു പൊതുപ്രവർത്തകൻ്റെ ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ വന്നാലും ചോർന്നു പോകുന്ന മഹിമയല്ല. ഞാൻ തിരികെ എത്താം. ശ്രീ അഡ്വക്കേറ്റ് A റഹീം. പക്ഷേ അപ്പോഴും ശ്രീ വി മുരളീധരൻ ചൂണ്ടിക്കാട്ടിയ വിമർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. കാരണം നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ ചെയ്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ അതിൽ മാത്രം വിജയിക്കുവാനുള്ള അവസരമായി മാത്രമല്ല ഈ ജനവിധിയെ നിങ്ങൾ കാണേണ്ടത്. അല്ലെങ്കിലും അങ്ങനെയല്ല കാണേണ്ടത്. ശ്രീ വി മുരളീധരൻ പറഞ്ഞൊരു വാദഗതിയെ ഞാൻ അങ്ങേയറ്റം സ്വീകരിക്കുകയാണ്. ഓരോ പാർട്ടിയെയും ആ പാർട്ടിയിൽ നിന്നുള്ളത് മാത്രമേ പ്രതീക്ഷിക്കാനാവുകയുള്ളൂ. ശരി തന്നെയാണ്. അതിൻ്റെ അർത്ഥം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പാർട്ടിയെ മറ്റൊരു പാർട്ടിയുമായി തുലനം ചെയ്യാനാകുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ നിലവിൽ ഇവിടെയുള്ള BJPയുമായോ കോൺഗ്രസുമായോ തുലനം ചെയ്യാനാകില്ല. മാർക്സിസ്റ്റ് പാർട്ടി അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോഴല്ല എല്ലാ കാര്യത്തിലും, ഇക്കാര്യത്തിൽ മാത്രമല്ല. ഒരു മന്ത്രിസ്ഥാനം എന്നത് ഇറക്കി വയ്ക്കാനാകാത്ത ഒരു കനകമല്ല ഞങ്ങളുടെ തലയിലിരിക്കുന്ന ഒരു കിരീടമല്ല. അതിനേക്കാൾ ഉപരി ഈ പാർട്ടിയുടെ ഒരു അംഗം മുതൽ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരെ ഓരോ വർഷവും സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ, വരവ് ചെലവിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു കറക്റ്റീവ് മെഷർമെൻറ്റ് ഇന്ത്യയിൽ ഇന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. അത് ഇന്ന് കുറേ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു കാര്യം അങ്ങേക്ക് തുടരാം. അതിനിടെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇത്രയും മഹിമ അങ്ങയുടെ പാർട്ടിയെപ്പറ്റി ഉദ്ഘോഷിക്കുന്നുകൊണ്ട് പറയുകയാണ്, ഇവിടെ ദേശീയ വിവരാവകാശ കമ്മീഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് അവരുടെ കാര്യങ്ങളെല്ലാം അറിയിക്കണം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി, അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് അങ്ങയുടേത്. അല്ല, അതിനെ സംബന്ധിച്ച് വേറൊരു കാര്യമാണ്. ഞാൻ പറയുന്നു, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം, കോർപ്പറേറ്റുകളിൽ നിന്ന് അതിനോട് ബന്ധപ്പെടുത്തി പറയാണ്, കോർപ്പറേറ്റുകളിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങാത്ത അനുഭവമുള്ള ഒരു പാർട്ടി ഞങ്ങളേ ഉള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ കണക്ക് കാണിക്കണമെന്ന് പറയുന്ന അത് വേറൊരു വിഷയമാണ്. കണക്ക് കാണിക്കണമെന്ന് പറയുന്ന ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ഒരു നിബന്ധന അടക്കം എല്ലാത്തിനോടും നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ്, ഇല്ലെങ്കിൽ ആ സമയം അപഹരിക്കപ്പെടും. ഞങ്ങൾ പണം വാങ്ങുന്നില്ല, അത് ഇപ്പോൾ മറുപടി അതേ പറയുന്നുള്ളൂ. മറ്റൊരു കാര്യം, ഇവിടെ ശ്രീ വി മുരളീധരൻ പറഞ്ഞു, നിങ്ങളുടെ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു മാതൃക കാണിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മാതൃക? ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കീർത്തി ആസാദ് ഒരു MP ആണ്, അഴിമതി ആരോപണം ഉന്നയിച്ചു. നിങ്ങൾ ആ അഴിമതി ആരോപണം ഉന്നയിച്ച MPയെ സസ്പെൻഡ് ചെയ്ത് നിലപാട് സ്വീകരിച്ചു. നിങ്ങൾ കാണിച്ച മാതൃകയേത്, ഞങ്ങൾ കാണിച്ച മാതൃകയേത്? നിങ്ങളും ഞങ്ങളുടെ വ്യത്യാസം അത്. പണ്ട് രാം നായിക് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഇവർക്ക് പെട്രോളിയം മന്ത്രിയായിരുന്നു. അന്ന് കേരളത്തിലെ സ്വജനപക്ഷപാതമാണല്ലോ ഇവിടെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ രാം നായിക്കിനെ ഉദ്ധരിച്ചത്. ഈ കേരളത്തിൽ നിന്ന് BJPയുടെ ഓഫീസിലെ ഓഫീസ് സെക്രട്ടറിയുടെ പേരിൽ പോലും അന്ന് കേരളം ഒട്ടുക്കും പമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ആ പമ്പുകൾ ഇപ്പോഴും മറിച്ചു വിറ്റും സ്വന്തം നിലയ്ക്കും ഇപ്പോഴും തുടരുന്നുണ്ട് കേരളത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റല്ലെങ്കിൽ രാം നായിക് ഇപ്പോൾ ഗവർണറാണ്. ആ രാം നായിക്കിന് നിങ്ങൾ പതക്കം കൊടുത്ത് ഗവർണർ പദവിയിലേക്ക് ആനയിച്ചു. ഏതാ പെട്രോൾ പമ്പ് ആർക്ക് വേണ്ടിയാ? 500-ലധികം പെട്രോൾ പമ്പ് എന്ന് ആരംഭിക്കാൻ രാജ്യത്ത് തീരുമാനിച്ചത് കാർഗിലിലെ വിധവകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കാർഗിൽ രക്തസാക്ഷിത്വം ഭരിച്ചവരുടെ വിധവകൾക്ക് വേണ്ടി രാജ്യസ്നേഹം പ്രസംഗിക്കുന്നവരാണ് നിങ്ങൾ. അതിനെ വിറ്റു, സ്വജനപക്ഷപാതം നിങ്ങൾ അന്ന് കാച്ചാക്കി. എത്രയോ ആരോപണം ഉയർന്നു. ആ രാം നായിക്കിന് നിങ്ങൾ സ്വർണ്ണപ്പതക്കം കൊടുത്തു. ഇപ്പോഴിത് പറഞ്ഞു. ഇവിടെ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ലളിത് മോദി ഗേറ്റ് അലിഗേഷൻ, നിങ്ങളിത് നിലപാട് സ്വീകരിച്ചു. അഴിമതി വ്യാപം കുംഭകോണം, സമീപകാലത്ത് എപ്പോഴെങ്കിലും വ്യാപം പോലെ ഒരു വലിയ അഴിമതി രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ BJP എന്തെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും ഒരു മാതൃക കാണിച്ചിട്ടുണ്ടോ? ഞാനൊരു പഠനം നടത്തിയ മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രി എന്തോ രാജിവെച്ചിട്ടുണ്ട്, ഒരെണ്ണം. അതൊരു പേരിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചത് മഹാരാഷ്ട്രയും മധ്യപ്രദേശിൻ്റെ ഓർമ്മ ഒരുപക്ഷെ തെറ്റായിരിക്കാം. അതൊഴികെ ഞാൻ ആധികാരികമായി ചോദിക്കുന്നു, എവിടെയെങ്കിലും ഒരിടത്തൊരു ഉദാഹരണമില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു മാതൃക, അത് അഴിമതിക്കെതിരായ മാതൃകയാണ്. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ VS ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അന്ന് TU കുരുവിളയ്ക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നു, രാജിവെച്ചു. ഒരു ഘടകകക്ഷി പിണങ്ങുമോ? ഞങ്ങളതിനു വേണ്ടി കാത്തുനിന്നില്ല. അതേസമയം ശ്രീ PJ ജോസഫ് അഴിമതിയല്ല മറ്റാരോപണം നിങ്ങൾക്ക് നല്ല മാൻഡേറ്റ് ഉണ്ട്, രാജിവെച്ചു. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം, മാൻഡേറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, അന്ന് ഇതിനൊന്നും ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അഴിമതി എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഒരു
കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് വ്യക്തമാണ്. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഒരൊറ്റ ത്രാസിലിട്ട് തൂക്കിയാൽ മാത്രം മുൻതൂക്കം കിട്ടുന്ന ഒരു പാർട്ടിയും ആ പാർട്ടി നയിക്കുന്ന സർക്കാരും മാത്രമായി ചുരുങ്ങുകയാണോ CPM-ഉം ഇടതുപക്ഷ സർക്കാരും? ഇവർക്ക് തിളക്കം കിട്ടണമെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ സോദാഹരണ പ്രഭാഷണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അങ്ങനെയെങ്കിൽ അതൊരു പരിമിതിയല്ലേ? അതൊരു വെല്ലുവിളി കൂടി ഉള്ളടങ്ങിയതല്ലേ? അതങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആദർശാത്മകമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ഈ സംഭവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് CPM-ന് വന്നിരിക്കുന്നത് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം EP ജയരാജൻ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? CPM-ന്റെ രാഷ്ട്രീയത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്ക് വികസിച്ചതും വളർന്നതുമായിരിക്കണം. അങ്ങനെ വികസിച്ചതും വളർന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം ഉള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നടപടിയാണ്, തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. മന്ത്രി എന്ന നിലക്ക് മാത്രമല്ല, ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള നേതാവ് എന്ന നിലയിലും ഇത്തരത്തിലുള്ളൊരു കാര്യം ഒരു കാരണവശാലും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഞങ്ങളെപ്പോലെയുള്ള ഇടതുപക്ഷ ചിന്തകരും അതേപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ ഈ കാര്യത്തെ അതിശക്തമായിട്ട് ചോദ്യം ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി വരുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ മെമ്പറുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് റഹീം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സാധാരണക്കാരനായിട്ടുള്ളൊരു CPM പ്രവർത്തകനിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ഇത് പരിശോധിക്കാൻ പോലും സാധ്യമല്ലാത്തതാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഭവിച്ച പാർട്ടിക്കകത്ത് നിലവിലുണ്ടായിരുന്നായിട്ടുള്ള വിഭാഗീയതയുടെ ഫലമായിട്ട് പാർട്ടിയുടെ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള ആളുകളൊക്കെ നേതൃത്വത്തിൻ്റെ ഉന്നത ശ്രേണികളിലേക്ക് കടന്നുപോയതിൻ്റെ ഫലമായി സംഭവിച്ച ദുരന്തമായിട്ട് നാം ഇതിന് വിലയിരുത്തേണ്ടതാണ്. വരാം. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്, ചർച്ചയുടെ പരിധിയിൽ വരുന്നതാണ്. അതിലേക്ക് വരികയും ചെയ്യാം. ഞാനൊരു ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഭരണ നേതൃത്വം തിരുത്തി പിയേഴ്സൺ ചൂണ്ടിക്കാട്ടുന്നത് പോലെ രാഷ്ട്രീയ നേതൃത്വം, പാർട്ടി നേതൃത്വം തിരുത്തൽ നടപടികൾ തുടങ്ങുന്നത് എവിടം മുതൽ എവിടം വരെ? ഇടവേളയ്ക്ക് ശേഷം.